പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ സുൽക്കുട്ട ഇവിടെ ഇരുന്ന് കളിക്കണം കേട്ടാ. കവറൊക്കെ എടുത്ത് വെടുക്കം കൊട്ടനായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കണം. എന്റെ അടുത്ത് അതെ അമ്മായി പോയി ഇപ്പൊ കവർ ഇവിടെ വെച്ചോണ്ട് പോയിണ്ടായിരുന്നു കേട്ടോ. ആ കവറിന്റെ കോലം എന്തേ ഇപ്പൊ ഇങ്ങനെ എന്റെ മുറി കഴിച്ചിട്ടാ എന്റെ മോൻ. അവന് ഈ ഒച്ചപ്പാടും ബഹളമുള്ള കവറാണ് സുൽക്കുട്ടന് വേണ്ടു കേട്ടാ. വേറെ ഒരു സാധനം കളിക്കാൻ വേണ്ട. ഇപ്പൊ കവറാണ് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ആൾക്കാർ ശരിക്കും കവർ ഇത് പെണ്ണിന് വേറെ ഒന്നും കൊടുക്കാനില്ലായിരിക്കട്ടോ. പക്ഷെ ഇങ്ങനെ ഈ കവറുമ്മയുള്ള സുഖം കുഞ്ഞിലെ തൊട്ട് കേട്ടാ. നമ്മള് കവർ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കവറിന്റെ ഒച്ചപ്പാട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഒച്ചപ്പാടും ബഹളമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുൽക്കുട്ടന് ഭയങ്കര ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലായാലും എന്തെങ്കിലും ഒരു പാത്രം വീഴാം, ഞാൻ ഇങ്ങനെ വെറുതെ തമാശക്കയിൽ ഞാൻ വെറുതെ ഇട്ടേക്ക് വെക്കൂട്ടാ. ഇട്ട് വെക്കുമ്പോ സുടുമ്പോ പെട്ടെന്ന് ചിരിച്ചുട്ടാ. പിന്നെ അതേപോലെ അങ്ങനെ കുറെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സുടുമ്പോന് കുക്കറിന്റെ വിസിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കൂട്ടോ അവൻ. എന്നിട്ട് അവിടെ അമ്മ എടുക്കണം. അപ്പൊ അങ്ങനെ പാത്രങ്ങളൊക്കെ വീഴുമ്പോ അവന് ചില ഇഷ്ടമുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവന്. അപ്പൊ അതൊക്കെ അവൻ അങ്ങനെ ചിരിച്ചതിലും നമ്മളൊക്കെ റിയാക്ട് ചെയ്യൂട്ടാ. പിന്നെ ചില കാര്യങ്ങൾ അവന് പറ്റില്ല. ചിലപ്പോ നമ്മൾ പറ്റാത്ത സോങ് ഒക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ കരയും. അപ്പൊ ഇങ്ങനെ കുറെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സുൽക്കുട്ടന്. അപ്പൊ കവറും ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോ ഇങ്ങനെ കവർ കൊടുത്തു കഴിഞ്ഞാൽ കുറെ നേരം ഇരുന്ന് ഇങ്ങനെ കളിക്കൂട്ടാ. നമ്മളപ്പോ ചിലപ്പോ നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല അവൻ. നമ്മളോട് അടുത്തിരിക്കണ്ടെങ്കിൽ ഇപ്പൊ ദേ കണ്ട ഞാൻ ഇപ്പൊ വർത്താനൊക്കെ പറയണം. അപ്പൊ എന്റെ നോക്കട് പോലും ഇല്ല. ദേ കണ്ട കവർ ഇരുന്ന് ഭയങ്കര കളിയാണ്. അത് തലയെക്കോടെ ഇട്ട് ഇങ്ങനെ മൂടാ. എന്നിട്ട് രണ്ട് കൈയും പിടിച്ചിട്ട് ചിലപ്പോ ആ കവറിന് തലയമ്മ ഇങ്ങനെ അടിക്കും. അപ്പൊ നമുക്കത് കളിയൊക്കെ കാണുമ്പോ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ചിരിയൊക്കെ വരും. അപ്പൊ എനിക്കത് ഇങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോ വലിയ വട്ടം കൂടുതലുള്ള കവർ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വട്ടം കൂടുതലുള്ള കവറാണ്. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്ത് ചിലപ്പോ പെട്ടെന്ന് എടുക്കാനും കിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് കയറ്റി വെച്ചിട്ട് ആ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരേ അടി അടിക്കാൻ കേട്ടോ. അപ്പൊ അവനതൊരു രസം തോന്നണം കളിക്കുമ്പോ. അവരുടെ കളിയൊക്കെ അങ്ങനെയാണ്. ഇതിപ്പോ കീറിയ ഇതിപ്പോ രണ്ട് മുറിയായി. ഇപ്പൊ അത് കാരണം കൊണ്ട് തലക്കോടെ ഇടാനായിട്ട് പറ്റണില്ല കേട്ടാ. അതാണ് അങ്ങനെയൊന്നും അടിക്കാത്ത. അല്ലെങ്കിൽ അങ്ങനെയാണ് സാധാരണ ചെയ്യല് പതിവ് കേട്ടാ. ചിലപ്പോ കവർ ആകെ നറുനാശായിന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കവർ അങ്ങോട്ട് വീക്കി കളയട്ടെ. അപ്പൊ അവനത് വേണ്ട. പിന്നെ അവന് നമ്മൾ ബോളം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഇരുന്ന് ഭയങ്കര കളി കളിക്കും. പിന്നെ നമ്മൾ ഏത് നേരം എടുത്തു കൊടുത്ത് പിടിക്കണം എന്നുള്ളൂ കേട്ടോ. പക്ഷെ ബോൾ കൊടുക്കുമ്പോ നമ്മള് എല്ലാ വാതിലും കടച്ചിട്ടിട്ട് ഇരുത്തണം. അല്ലെങ്കിൽ എവിടേക്കാ വീക്കണേന്ന് തന്നെ വീക്കുന്നത് നമ്മൾ പോയി ഓടി എടുത്തെടുത്ത് വയ്യണ്ടാവും. അതേപോലെയാണ് സുൽക്കുട്ടന്റെ അതേ കാര്യങ്ങൾ അവരെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് കാണാട്ടാ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നമ്മൾക്ക് പെർമിറ്റൊക്കെ കിട്ടിയിട്ടാ. അപ്പൊ നമ്മളിപ്പോ എത്രയും വേഗം വീട് പണി സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കട്ട്ള വയ്പ്പിന് ഇപ്പൊ ഒരു ഡേറ്റ് 3-ാം തീയതിക്കാണ് കിട്ടിയേക്കണത്. അപ്പൊ അന്ന് തന്നെ തുടങ്ങാന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഒക്കെ എല്ലാവരും ചെയ്തോളൂ. കമന്റ് ബോക്സ് ഇപ്പൊ ചിലതിന്റെ അല്ല ഓഫ് ആവണുള്ളൂ. ഞാൻ ചിലതൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് എന്നാലും മാറ്റിയിട്ടാലും ഓഫായി പോകുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയണില്ല. ഒന്ന് അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ എന്താന്നുള്ളത്. അപ്പോ താങ്ക് യു.